ഇതെന്ത് നാടാണ് കേരളം? ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ദൈവത്തിന് ഇരിക്കാൻ പറ്റുന്നില്ലേ എന്ന് സുപ്രീം കോടതി കയറി ചോദിച്ചു. ഒരു വല്ലാത്ത ചോദ്യമാണ്. ജയറാമാണ്, അത് രണ്ടും വലിയ വൻപൻ സ്രാവാണ്. ഇപ്പുറത്ത് വന്നാലോ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണനെ കണ്ടിരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ മൊഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. SITയുടെ പരിപാടികൾ വളരെ താഴ്ന്നാണ് പോകുന്നത്, വളരെ കുറഞ്ഞ തോതിലാണ് SIT പോകുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞു. മുഖ്യപ്രതിയെ പിടിച്ചിട്ടും തൊണ്ടി എടുക്കാൻ പറ്റുന്നില്ല. ഈ സ്വർണ്ണം എവിടെ? അത് വിദേശത്ത് പോയോ? കപ്പലിൽ കൊണ്ടുപോയോ? അതോ അവർക്ക് വേണമെങ്കിൽ രാജ്യത്തെ മുഴുവൻ സംവിധാനത്തെ അവർക്ക് ചലിപ്പിക്കാൻ പറ്റും, ഇന്റർപോളിനെ ചലിപ്പിക്കാൻ പറ്റും. അങ്ങനെ വിപുലമായ സന്നാഹവും. പക്ഷെ എപ്പോഴും സർക്കാരിന്റെ ഒരു ഭാഗം അവിടെ കിടക്കുന്നതാണ്. സർക്കാരിന്റെ ഭാഗം സർക്കാരിനോട് ചോദിക്കണമെന്നില്ല. ഇല്ല, ചോദിക്കാതെ തന്നെ കൊടുക്കാം, CBIക്ക് കൊടുക്കാം. അതാണ് നിയമം. SIT എന്ന് പറയുന്നത് കേരള ഹൈക്കോടതി വെച്ചിട്ടുള്ള ഒരു സമിതിയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സമിതിയാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവരെല്ലാവരും സ്റ്റേറ്റിൻ്റെ എംപ്ലോയീസ് ആണ്, സർവീസിലുള്ളവരാണ്. ഇപ്പോൾ വെങ്കടേഷ് IPS ആയാലും അതേ മാത്രമാണ് IPS. ബാക്കിയെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ സുഹൃത്തുക്കളും പാർട്ടിക്കാരും എല്ലാം കാണുമല്ലോ. അപ്പോൾ അവരിപ്പോൾ തന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല VD സതീശൻ പറയുന്നൊരു വാദമുണ്ട്. പക്ഷേ അതങ്ങ് മുങ്ങിപ്പോയി. 2 IPS സീനിയർ IPSകാരാണ് ഈ പദ്ധതിയെ ഇങ്ങനെ മുക്കി വച്ചിരിക്കുന്നത്, SITയെ തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് വാദം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ വരും. വളരെ സീനിയറായിട്ടുള്ള IG അല്ലെങ്കിൽ പിന്നെ എന്താണ് DGP റാങ്കിലുള്ള അല്ലെങ്കിൽ DGP റാങ്കിൽ റിട്ടയർ ചെയ്ത ആളുകളൊക്കെ വിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു ഇത് കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഡിസംബറിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് കുറച്ച് എന്ത് സംഭവിച്ചു? SITയുടെ പരിപാടികൾ വളരെ താഴ്ന്നാണ് പോകുന്നത്, വളരെ കുറഞ്ഞ തോതിലാണ് SIT പോകുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞു. അതിനുശേഷം ഒന്ന് ചൂടായി. ആദ്യം ഒന്ന് ചൂടായി വന്നു, കുറേ പേരെ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒന്ന് താളത്തിൽ പോയി. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നു. ഉടനെ കോടതി ഇടപെട്ടു. ഉടനെ വീണ്ടും ചൂടായതിനു ശേഷം നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെയും പിന്നെ ഗോവർദ്ധനെയും അങ്ങനെ കുറേ പേരെയൊക്കെ അറസ്റ്റ് ചെയ്തത്, വിജയകുമാറിനെയൊക്കെ അറസ്റ്റ് ചെയ്ത കാര്യം അതാണ്. അത് ഇപ്പം വീണ്ടും ഒന്ന് തണുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് കോടതി വീണ്ടും കൈവച്ചിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ടുണ്ട് 6 ആഴ്ചയോടെ സമയവും കൊടുത്തു, 2 ഉദ്യോഗസ്ഥരെ കൂടുതൽ വയ്ക്കാൻ സമയം കൊടുത്തു. KP ശങ്കരദാസ് എന്ന് പറയുന്ന ഒരു ബോർഡ് മെമ്പർ ഇതിൻ്റെ ഇടയ്ക്ക് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ഒരു ചോദ്യം ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതി ആ ചോദിച്ച ചോദ്യം ശങ്കരദാസിനോടല്ല ചോദിച്ചത്, കേരളത്തിലെ ഭരണകൂടത്തോടും കേരളത്തിലെ ജനങ്ങളോടുമാണ് ആ ചോദ്യം ചോദിച്ചത്. ദൈവത്തിന് പോലും നിങ്ങളുടെ നാട്ടിൽ ഇരിക്കാൻ പറ്റൂലേ? ഇതെന്ത് നാടാണ് കേരളം? ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ദൈവത്തിന് ഇരിക്കാൻ പറ്റുന്നില്ലേ എന്ന് സുപ്രീം കോടതി കയറി ചോദിച്ചു. ഒരു വല്ലാത്ത ചോദ്യമാണ്. എന്നിട്ട് ഇയാളോട് പറഞ്ഞു, ഈ ശങ്കരദാസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രായമൊക്കെ ആയി, ശരിയാണ്, സുഖമില്ലാതിരിക്കുന്നു, പക്ഷാഘാതം ഉണ്ടെന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. പക്ഷാഘാതമൊക്കെ കൊണ്ട് സുഖമില്ല, പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ കേസ് പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജാമ്യം തരാൻ പറ്റത്തില്ല, അത് കോടതിയുടെ വഴിക്ക് പോട്ടെ, പോലീസ് തീരുമാനിക്കട്ടെ, അന്വേഷണമായിട്ട് പോകണമെന്ന് പറഞ്ഞ് പുള്ളിയെ വിട്ടു. അപ്പോൾ എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം ജനുവരി 19-ാം തീയതി ഒരു റിപ്പോർട്ട് കൂടെ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ ജനുവരി 5 ഇനി 19-ാം തീയതി ഒരു റിപ്പോർട്ട് കൂടെ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 14 ദിവസമുണ്ട്. അത് കഴിഞ്ഞാൽ 6 ആഴ്ച കൂടെ കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ജനുവരി 19 ആയിരുന്നല്ലോ ഡേറ്റ്. 6 ആഴ്ച എന്ന് പറയുമ്പോൾ ഫെബ്രുവരി, മാർച്ച് പകുതി വരെ, ഒരു ഏപ്രിൽ ആദ്യം വരെ ഇവർക്ക് ഓടാൻ പറ്റും വണ്ടി. അതിനിടയിൽ കംപ്ലീറ്റ് കണ്ടുപിടിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവരെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി ഉള്ളതെല്ലാം വമ്പൻ സ്രാവുകളാണ്. ഇനി ചോദ്യം ചെയ്യേണ്ടതല്ല. ഒന്നെന്ന് പറയുന്നത് തന്ത്രിയാണ്. തന്ത്രി ഒരു പ്രാവശ്യം വിളിച്ച് മൊഴി, ഇനി വീണ്ടും എടുക്കണമെങ്കിൽ തന്ത്രിയാണ്, ജയറാമാണ്. അത് രണ്ടും വലിയ വൻപൻ സ്രാവാണ്. ഇപ്പുറത്ത് വന്നാലോ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണനെ കണ്ടിരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ മൊഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഗവർണറുടെ അനുവാദം വേണം, മന്ത്രിയാണെങ്കിൽ ഗവർണറുടെ അനുവാദം വേണം, അങ്ങനെ ഒത്തിരി നടപടിയുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ സോണിയാഗാന്ധി, പിന്നെ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണനും നിൽക്കുന്ന ഫോട്ടോയാണ് ഉള്ളത്. അപ്പോൾ അത് സോണിയാഗാന്ധി ചോദ്യം ചെയ്യണമെങ്കിൽ എളുപ്പമല്ല. അവരുടെ നിന്ന് മൊഴിയെടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. Z കാറ്റഗറിയിലുള്ള വലിയ നേതാവല്ലേ, രാജ്യം കണ്ട വലിയ നേതാവ്, രാജീവ് ഗാന്ധിയുടെ ഭാര്യ, ഇന്ദിരാഗാന്ധിയുടെ മരുമകൾ, വളരെ വലിയ നേതാവാണ്. അപ്പോൾ എളുപ്പത്തിൽ ഓടിപ്പോയി ജനപഥിൽ പോയി ജനപഥിൽ 10-ൽ പോയിട്ട് ഇങ്ങനെ മൊഴിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത അടൂർ പ്രകാശ്, അത് MP ആണ്, UDF കൺവീനറാണ്. അത് കഴിഞ്ഞിട്ട് ആന്റോ ആന്റണി, അത് MP ആണ്. അപ്പോൾ ഇനിയുള്ള കക്ഷികളെല്ലാം തന്നെ വൻപൻ സ്രാവുകളാണ്. അതുകൊണ്ട് എളുപ്പമല്ല SITക്ക്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറയുന്നത് CBIക്ക് കൊടുക്കണം, രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതി കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് CBIക്ക് കൊടുക്കണം, ED അന്വേഷിക്കണം, ഇന്റർപോൾ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്ന കാര്യം അതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയാവോ? 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം, ആരാണ് ഇതിൻ്റെ മുഖ്യപ്രതികൾ? അവരെ കിട്ടിക്കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ആളുകളെ കിട്ടി. ഇനിയെല്ലാം കണക്ഷൻ മാത്രമാണ്. അവരാരും മുഖ്യപ്രതികളായിട്ട് വരത്തില്ലല്ലോ.
അപ്പോൾ രണ്ടാമതൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് എന്തെന്നുള്ളതാണ് ചോദ്യം. അതായത് മുഖ്യപ്രതിയെ പിടിച്ചിട്ടും തൊണ്ടി എടുക്കാൻ പറ്റുന്നില്ല. ഈ സ്വർണം എവിടെ? അത് വിദേശത്ത് പോയോ? കപ്പലിൽ കൊണ്ടുപോയോ? അതോ അതിനെ പീസാക്കി കൊണ്ടുപോയോ? ഒന്നിച്ച് കൊണ്ടുപോയോ? അതോ അതിനെ ഉരുക്കി കൊച്ചു കൊച്ചു കാര്യങ്ങളാക്കി സ്വർണവും ആഭരണമാക്കി അയ്യപ്പൻ്റെ സ്വർണം എന്നൊക്കെ പറഞ്ഞ് ലോക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ വിറ്റോ? അന്യ സ്റ്റേറ്റിൽ വിറ്റോ? വിദേശത്ത് വിറ്റോ? ആർക്ക് വിറ്റു? അതോ എവിടെയെങ്കിലും ഗോഡൗണിൽ ഇരിക്കുകയാണോ? ലോക്കറിലോ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് SIT വട്ടം കറങ്ങുന്നത്. സാധാരണയായിട്ട് നമ്മളൊരു കള്ളനെ പിടിച്ചാൽ ഇപ്പോൾ ബണ്ടീച്ച് പറഞ്ഞ പോലെ ഒരുപാട് കള്ളന്മാരെ പിടിക്കാറ്. ഇപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രം മോഷ്ടിച്ച സ്റ്റീഫനെ പിടിച്ചു, ഒരുപാട് പേരെ പിടിക്കുമ്പോൾ അതോടൊപ്പം എന്തും പിടിക്കും. തൊണ്ടി മുതൽ പിടിക്കാൻ പറ്റും. അവർ പറയും ഇത് ഇന്നടത്താണ് ഞങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നത്, ഇന്ന കിണറ്റിലിട്ടിരിക്കുന്നു, അല്ലെ ഇന്നടത്ത് സൂക്ഷിച്ചിരിക്കുന്നു, അല്ലെ ഇന്ന സ്ഥലത്തുണ്ടെന്ന് അവർ പറയുമ്പോൾ പോയി എടുത്തുകൊണ്ടിരാൻ പറ്റും. ഇതങ്ങനെ പറ്റുന്നില്ല. ഇപ്പോൾ തൊണ്ടി മുതൽ എന്ന് പറയുന്ന ശബരിമലയിൽ നിന്ന് എടുത്ത സ്വർണം എവിടെ പോയി? ഇതിന് ഇപ്പോഴും SIT ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്, നിഴലിൽ കറങ്ങുകയാണ്. അത് വലിയൊരു ചോദ്യമാണ്. അവിടെയാണ് ഇതിൻ്റെ ക്രക്സ്. അത് ആരൊക്കെ മേടിച്ചിട്ടുണ്ട്? മുതലാളിമാർ മേടിച്ചോ? സിനിമാക്കാർ മേടിച്ചോ? അല്ലെങ്കിൽ തന്ത്രിയുടെ ആളുകൾ മേടിച്ചോ? രാഷ്ട്രീയക്കാർ മേടിച്ചോ? ആരാണ് ഈ സ്വർണം വാങ്ങിയിരിക്കുന്നത്? അല്ല, ഇത് വിദേശത്ത് പോയോ? വിദേശത്ത് പോയെങ്കിൽ ഉണ്ണികൃഷ്ണന് മാത്രം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ വിദേശത്ത് ആരാണ് ഇത് കടത്താൻ സഹായിച്ചത്? അവിടുത്തെ ഏജൻസി ആരാണ്? അവിടെ ഇത് സ്ഥാപനത്തിലേക്ക് കൊടുത്തതാണോ? വ്യക്തികൾ കൊടുത്തത്? ഇതിങ്ങനെ എന്താ പറയുക, നൂലഴിയും പോലെ ഇങ്ങനെ കുരുക്കഴിയും പോലെ അഴിച്ചഴിച്ച് പോയാൽ വളരെ വിശാലമാവും, മൈതാനം പോലെ വിശാലമാവും. അത്രയും വിശാലമായി പോകാൻ SITക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മെപ്പോലുള്ളവരെ ആശങ്കപ്പെടുത്തുന്നത്. SITക്ക് അത്രയും വിശാലമായിട്ട് ഇപ്പോൾ ഉദാഹരണം ഒരു കാര്യം കൂടി ഇതിനകത്ത് സംഭവിച്ചു, അതുകൂടെ പറഞ്ഞ ആ ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത് നേരത്തെ ഡൽഹിയിലുള്ള 2 രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളായിട്ടുള്ള 2 പേർ ഇതുപോലെ തമിഴ്നാട്ടിലെ സ്വർണ്ണ വിഗ്രഹമായിട്ട് ഇതുപോലത്തെ ഒരു വിഷയത്തിൽ പിടിച്ചായിരുന്നു. അതിൽ ഒരാളിൻ്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വിദേശത്ത് വിറ്റുമെന്ന് പറഞ്ഞ് ഒരു അന്വേഷണമൊക്കെ നടന്നു. അന്വേഷണം നടന്നപ്പോൾ കുഴപ്പം എന്താണ്? ഇന്റർപോളിൻ്റെ സഹായമൊക്കെ എടുത്തു. പക്ഷേ ഇതുവരെ കേസും കൊണ്ട് പോയിട്ടില്ല, കുറേ വർഷമായി. അപ്പോൾ ഉന്നതന്മാരിലേക്ക് എത്തുമ്പോൾ, ഉന്നത സ്രാവുകളിൽ എത്തുമ്പോൾ വല പൊട്ടിപ്പോകുന്നു. വലയിട്ട് പിടിക്കുമ്പോൾ ചെറിയ മീനിനെയൊക്കെ പിടിക്കാൻ പറ്റുന്നു, പക്ഷെ വലിയ സ്രാവുകൾ വരുമ്പോൾ വല പൊട്ടിപ്പോകുന്നു, അവരെ പിടിക്കാൻ കഴിയുന്നില്ല. അതൊരു വലിയ പ്രതിസന്ധി. അപ്പോൾ ഇതിൽ ഉന്നതന്മാരാരൊക്കെയാണുള്ളത്? അവരെ എപ്പോൾ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ മൊഴിയെടുക്കും? അടുത്ത ചോദ്യം, എവിടെയാണ് തൊണ്ടി മുതൽ? അതെവിടെ ഇരിക്കുന്നു എന്നറിയാൻ വലിയൊരു ആകാംക്ഷയുണ്ട് എല്ലാവർക്കും. അത് സമ്പൂർണ്ണ രൂപത്തിലാണോ ഇരിക്കുന്നത്? അതിനെ പീസാക്കിയോ അല്ല സമ്പൂർണ്ണമായി സ്വർണ്ണമായതുകൊണ്ട് അതിനെ ഉരുക്കി മറ്റു രൂപത്തിലേക്ക് മാറ്റിയോ? ഇതാണ് എല്ലാവരും അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവസാനം ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. അതിൽ തന്നെ ഇത് ഈ SIT അന്വേഷിച്ച് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഉന്നതരെ ചോദ്യം ചെയ്ത് നടക്കുന്ന കാര്യമാണോ? അത് CBIക്ക് പോയാൽ മാത്രമേ ഇത് തെളിയുള്ളൂ? അതിന് 2 വിഷയമുണ്ട്. CBIക്ക് പോയാൽ മാത്രമേ തെളിയിക്കാൻ പറ്റുള്ളൂ എന്ന് കാണുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ SIT എന്ന് പറയുന്ന അതൊരു കുറ്റാന്വേഷണം ശാസ്ത്രീയമായി നടത്തുന്നവരല്ല. അവരെല്ലാം പോലീസ് ഓഫീസേഴ്സാണ്. അത്ര ഒരു പക്ഷേ CBIക്ക് അങ്ങനെയല്ല. CBIക്ക് വിപുല സന്നാഹമാണ്. അവരത് തന്നെ ചെയ്യുന്നവരാണ്. ഉദാഹരണം പറഞ്ഞുതരാം, ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ നാട്ടിലൊരു തട്ടാൻ്റെയിൽ കൊണ്ടുപോയി സ്വർണ്ണം പണിയിക്കുന്നത് ഭീമയിൽ കൊണ്ട് പണിയിക്കുന്നതിന് വ്യത്യാസമുണ്ടല്ലോ. അതെ. ഇപ്പോൾ സാധാരണ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കുന്നത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. താലൂക്ക് ആശുപത്രി ആകുമ്പോൾ അതിൻ്റെ ഒരു പരിമിതിയും അതിൻ്റെ മിഷൻസൊക്കെ അല്ലേ അവിടെ കാണുള്ളൂ. മെഡിക്കൽ കോളേജിലാകുമ്പോൾ അങ്ങനെയല്ല. വലിയ സന്നാഹം കാണുമ്പോൾ എപ്പോഴും അവരിങ്ങനെ ഓപ്പറേഷനൊക്കെ നടത്തി എന്ന് പറഞ്ഞല്ലോ. CBI എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏജൻസിയാണ്. അവരിങ്ങനെ ഒരുപാട് കണ്ടുപിടിക്കും, പെട്ടെന്ന് അവർക്ക് കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ രാജ്യത്തെ മുഴുവൻ സംവിധാനത്തെ അവർക്ക് ചലിപ്പിക്കാൻ പറ്റും, ഇന്റർപോളിനെ ചലിപ്പിക്കാൻ പറ്റും. അങ്ങനെ വിപുലമായ സന്നാഹവും സൗകര്യവും എക്യുപ്മെൻസും ബുദ്ധിയുള്ളവരും ഒക്കെ ഉള്ളൊരു സംവിധാനമാണ് CBI. അത്രയും വലിയ സംവിധാനം അല്ലല്ലോ ഇതിപ്പോൾ സാധാരണ ഒരു IPS കാരനും 4-5 CIമാരും അല്ലേ ഉള്ളൂ. മറ്റത് വലിയ സന്നാഹമല്ലേ. അപ്പോൾ അതൊരു പ്രൊഫഷണൽ സന്നാഹമാണ്. അവർ കണ്ടുപിടിക്കുമ്പോൾ അവർക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേസ് നീണ്ടു പോകും, ഉടനെ തെളിയാനൊരു സാധ്യതയില്ല. CBI എടുത്താലും ഉടനെ തെളിയുന്നറിയില്ല. CBI എടുത്ത എത്രയോ കേസുകൾ 5-6 വർഷം പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഡിമാൻഡ് ചെയ്യേണ്ടതും. കോടതി ആർക്ക് സമയം കൊടുക്കണം? CBIക്ക് വിട്ടിട്ട് CBIക്ക് സമയം കൊടുക്കണം. 6 മാസത്തിനകത്ത് കണ്ടുപിടിക്കണം, ഇവർക്ക് സമയം കൊടുത്തതുപോലെ. അങ്ങനെ ആകുമ്പോൾ CBIക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് മറ്റെല്ലാം മാറ്റി വെച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് 6 മാസമോ 1 വർഷം സമയം കൊടുത്തു കഴിഞ്ഞാൽ അവരിതെല്ലാം കണ്ടുപിടിച്ച് നുള്ളിപ്പറക്കി എടുത്തുകൊണ്ട് വരും. യെസ് പറഞ്ഞോ അവർ പറയും. അതിനുള്ള ഒരു സാഹചര്യം നടക്കണം. പക്ഷേ അതിന് നടക്കാനാണ് സാധ്യത. കാരണം ഇത് വിചാരിക്കുന്ന പോലെ ഇപ്പോൾ സുപ്രീം കോടതി പോലും ആർക്കും ജാമ്യം കൊടുക്കുന്നില്ല, കേരള ഹൈക്കോടതി ആർക്കും ജാമ്യം കൊടുക്കുന്നില്ല, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് ഒരു കോടതി എന്ത് ചെയ്യുന്നില്ല, ഇവരാരും പോയിട്ട് ഇത് തൊടുന്നില്ല. അതൊരു വലിയ കാര്യമാണ്. സാധാരണ
കേസാണെങ്കിൽ കോടതി ജാമ്യം കൊടുക്കും. എന്നാ ജാമ്യം കൊടുത്തന്നെ? വാസു പോയി, പത്മകുമാർ പോയി, വിജയകുമാർ പോയി, ജയശ്രീ പോയി, ആരെല്ലാം പോയി. അവർക്ക് ആർക്കും ജാമ്യം കിട്ടിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കോടതി ഇതിനകത്ത് വളരെ സ്ട്രിക്റ്റായിട്ട് നിൽക്കുകയാണ്. ആ സ്ട്രിക്റ്റ്നെസ്സും കൊണ്ട് അവർക്ക് കുറേ മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ CBIക്ക് പോകണമെങ്കിൽ കോടതി മാത്രം അല്ലെങ്കിൽ സർക്കാർ പറയണം. അതാണ് ഞാൻ ചോദിച്ചത്. ഒന്നുകിൽ കേരള സർക്കാർ പറയണം, എന്തായാലും പറയൂല. ഒന്നുകിൽ സർക്കാർ പറയണം ഇത് CBI എടുക്കണം എന്ന്, അല്ലെങ്കിൽ കേരള ഹൈക്കോടതി പറയണം. ഹൈക്കോടതി പറയണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസ് ഇപ്പോൾ വരുന്നുണ്ട്, ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. ആ കേസ് വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ അതിൽ വിധി പറയും. അപ്പോഴും പ്രശ്നമെന്ന് വെച്ചാൽ അവർ കേരള സർക്കാരിനോട് ഒരു അഭിപ്രായം ചോദിക്കും. CBIയോട് ഒരു അഭിപ്രായം ചോദിച്ചു. ഇപ്പോൾ ആൾറെഡി ചോദിച്ചു. CBIയോട് കത്ത് കൊടുത്ത് CBI പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്തോളാം, കേസ് എടുത്തോളാം. ചില കേസിൽ അങ്ങനെയല്ല. CBIയോട് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്കിത് മെരിറ്റ് എന്നുള്ളതല്ല. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മുടെ നവീൻ ബാബുവിനെ കൊന്നല്ലോ, മരിച്ചല്ലോ. നവീൻ ബാബുവിന്റെ മരണം ഉണ്ടല്ലോ, ADM, കണ്ണൂരിലെ ADM മരിച്ചല്ലോ. അത് CBI എടുക്കണമെന്ന് പറഞ്ഞിട്ട് CBI പിടികൊടുത്തില്ല. CBI പറഞ്ഞാൽ അത് അത്ര വലിയ കേസൊന്നും അല്ലാതെ അവിടെ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ CBIയും കൂടെ പിടികൊടുത്താലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ CBI പക്ഷേ ഈ കേസിൽ എന്ത് ചെയ്തു? എടുക്കാമെന്ന് ഹൈക്കോടതിക്ക് നോട്ടീസ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അപ്പൊ ഹൈക്കോടതിയിൽ ലെറ്റർ കൊടുത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു മെരിറ്റ് നോക്കിയിട്ട് ആർക്ക് കൊടുക്കാം? CBIക്ക് കൊടുക്കാം. പക്ഷെ അപ്പോഴും സർക്കാരിന്റെ ഒരു ഭാഗം അവിടെ കിടക്കുകയാണ്. സർക്കാരിനോട് ചോദിക്കണമെന്നില്ല. ഇല്ല, ചോദിക്കാതെ തന്നെ കൊടുക്കാം. CBIക്ക് കൊടുക്കാം. അതാണ് നിയമം. സർക്കാരിനോട് ചോദിക്കണമെന്നില്ല. സർക്കാരിന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. സർക്കാർ വേണോ ഇല്ല എന്ന് പറഞ്ഞാൽ പക്ഷേ കോടതിക്ക് നേരിട്ട് പറയാം. അതിൻ്റെ മെരിറ്റ് ഉള്ളത് എത്രയോ കേസ് അങ്ങനെ CBIക്ക് വിട്ടിട്ടുണ്ട് കോടതി. കോടതിയാണ് ഫൈനൽ തീരുമാനം. അല്ലെങ്കിൽ സർക്കാർ എഴുതി എടുക്കാം. CBIക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ കോടതി വല്ലാതെ സർക്കാരിന് നേരിട്ട് CBIക്ക് എഴുതിയിട്ട് CBIക്ക് എടുക്കാം, അല്ലെങ്കിൽ കോടതി CBIയോട് ഡയറക്റ്റ് ചെയ്യണം. ആരെങ്കിലും ഒരു ഡയറക്ഷൻ കിട്ടിയാലേ ആർക്ക് എടുക്കാൻ പറ്റുള്ളൂ? CBIക്ക് എടുക്കാം. CBIക്ക് അല്ലാതെ അന്വേഷിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അത് ഫെഡറൽ സിസ്റ്റം ആയതുകൊണ്ടാണ്. ഒരു രാജ്യത്തിന് ഫെഡറൽ സംവിധാനം വച്ചിരിക്കുന്നതുകൊണ്ട് ഒരു അൺഒഫീഷ്യൽ ബോർഡർ ഉണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അറിയണം. സംസ്ഥാന ഗവൺമെൻറ് പദ്ധതി കോർപ്പറേഷനിൽ നടപ്പിലാക്കുമ്പോൾ ആരറിയണം? സർക്കാർ അറിയണം. അതിനാൽ അതൊരു ഒരു ബന്ധമുണ്ടല്ലോ, അത് വച്ചേക്കണമല്ലോ. അല്ലേ പിന്നെ സർവതന്ത്ര സ്വതന്ത്ര രാജ്യം പോലെ അങ്ങ് പ്രവർത്തിച്ചതായില്ലേ? അത് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധം വച്ചിരിക്കുന്നത്. അത് നല്ലതാണ്, അങ്ങനെ വച്ചിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ കുറേ ഡിലേ വരും.